തിരുവനന്തപുരം ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിന്റെ ശസ്ത്രക്രിയകൾ ഇന്നു മുതൽ നിലയ്ക്കുകയാണ്. 3 ദിവസത്തേക്ക് നിശ്ചയിച്ചിരുന്ന ശസ്ത്രക്രിയകളെല്ലാം മാറ്റിവെച്ചു. 15 എണ്ണമാണ് മാറ്റിയിരിക്കുന്നത്. രോഗികളെ ഇക്കാര്യം ഫോണിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. സലീം മാലിക് തിരുവനന്തപുരം നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് സലീം, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ശ്രീചിത്രയിൽ നിന്ന് വരുന്നത് അത്ര ശുഭകരമായ വാർത്തകളല്ല. കാരണം സാധാരണക്കാർ വളരെയധികം ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ശ്രീചിത്ര. അവിടെ ഇന്റർവെൻഷണൽ കാർഡിയോളജി വിഭാഗത്തിൽ അടുത്ത 3 ദിവസത്തേക്കുള്ള ശസ്ത്രക്രിയകൾ മുടങ്ങും എന്ന് അധികൃതർ അറിയിച്ചു കഴിഞ്ഞു. ബന്ധപ്പെട്ട ശസ്ത്രക്രിയ നിശ്ചയിച്ചു നൽകിയ രോഗികളെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്ര ദിവസത്തേക്ക് നീളുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. നിലവിൽ 3 ദിവസത്തേക്കാണ് ശസ്ത്രക്രിയ ഇല്ല എന്നുള്ളത് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ആ പ്രതിസന്ധി കൂടുതൽ തുടരാനാണ് സാധ്യത. ഇപ്പോൾ തന്നെ ശ്രീചിത്രയിൽ സാധാരണഗതിയിൽ പകൽ സമയത്തുണ്ടാകേണ്ട തിരക്ക് ഇങ്ങനെയല്ല. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ നിറയെ വന്ന് നിറയേണ്ട സമയമാണ്. പക്ഷേ ഇപ്പോൾ ഈ വലിയ തിരക്കുകളില്ലാത്ത വളരെ കുറച്ച് രോഗികൾ മാത്രമാണ് ശ്രീചിത്രയിലുള്ളത്. വലിയ പ്രതിസന്ധി സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇവിടുത്തെ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 2 വർഷമായി 2023 ശേഷം ഇതുവരെ കരാർ പുതുക്കിയിട്ടില്ല എന്നുള്ളതാണ്. ശ്രീചിത്രയും ഇവിടുത്തെ സാധനങ്ങൾ ശസ്ത്രക്രിയാ സാമഗ്രികൾ നൽകുന്ന സ്ഥാപനവുമായുള്ള കരാർ പുതുക്കിയിട്ടില്ല. 2023 പുതിയ കരാർ വേണമെന്ന് ഈ കമ്പനി ആവശ്യപ്പെട്ടെങ്കിലും ശ്രീചിത്ര അധികൃതർ അടുത്ത വർഷം പുതുക്കാമെന്ന് പറയുകയായിരുന്നു. വർഷങ്ങളായുള്ള ഇടപാട് കൊണ്ട് തന്നെ അവർ അത് സമ്മതിക്കുകയും ചെയ്തതാണ്. അപ്പോഴും കരാർ കമ്പനിക്കാർ പറയുന്നത് ആ സമയത്ത് പോലും തങ്ങൾ നഷ്ടം സഹിച്ചാണ് സാധനങ്ങൾ വിതരണം ചെയ്തത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വിദേശ നിർമ്മിത സാധനങ്ങൾക്കുൾപ്പെടെ ഭീമമായി തുക വർദ്ധിച്ചതിനാൽ നിലവിൽ ഏതെങ്കിലും നിലയിൽ അത്തരത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തു പോലും സാധനങ്ങൾ നൽകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നൽകിയ സാധനങ്ങൾ പോലും കരാർ കമ്പനിക്കാർ തിരിച്ചെടുത്തിട്ടുണ്ട്. ഈ 1 വർഷത്തിന് ശേഷം കരാർ പുതുക്കാമെന്ന് പറഞ്ഞെങ്കിലും 2 വർഷം കഴിഞ്ഞിട്ടും ആ കരാറും പുതുക്കി നൽകിയിട്ടില്ല. ഇക്കാര്യം ഈ കമ്പനി അധികൃതർ തന്നെ വളരെ നേരത്തെ തന്നെ ആശുപത്രി അധികൃതരെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഏതെങ്കിലും നിലയിലുള്ളൊരു പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടലോ കരാർ പുതുക്കുന്നതിനായുള്ള ഇടപെടലോ ഇവിടെ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരാതി. അതിനുശേഷം ഈ സ്ഥിതി വഷളായതോടുകൂടി തന്നെ 9-ാം തീയതി മുതൽ ശസ്ത്രക്രിയ മുടങ്ങും എന്ന വാർത്തയും എന്താണ്. പക്ഷേ അപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇന്നലെ രാത്രി വൈകിയാണ് ഒരു യോഗം തന്നെ വിളിക്കുന്നു എന്നൊരു അറിയിപ്പ് വന്നത്. ഇന്നലെ ശ്രീചിത്രയുടെ PRO തന്നെയാണ് വകുപ്പ് മേധാവികളുടെ യോഗം ഇവിടെ ഉണ്ടാകും എന്നറിയിച്ചത്. പക്ഷേ പിന്നീട് ആ യോഗത്തിൻ്റെ കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. അത്തരത്തിലൊരു യോഗമില്ല എന്ന് പിന്നീട് PRO തന്നെ അറിയിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. നിലവിൽ വലിയ പ്രതിസന്ധി അതുമായി ബന്ധപ്പെട്ട നിലവിൽ ശ്രീചിത്രയിൽ ഉണ്ട് താനും. എന്തായാലും ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നുള്ള കാര്യത്തിലൊരു തർക്കമുണ്ട്. നിരവധി MPമാർ ഉൾപ്പെടെ കേന്ദ്രത്തിനുൾപ്പെടെ കത്തയച്ചിട്ടുണ്ട്. ഇന്ന് 8:30 സുരേഷ് ഗോപി ഇവിടെ സന്ദർശിക്കുമെന്ന് അറിയുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിലും ഒരു വ്യക്തതയില്ല. ഈ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ അത് ഗുരുതരമായ കാര്യം. സാധാരണക്കാർ സാധാരണഗതിയിൽ സ്വാഭാവികമായും നിരവധി ആശുപത്രികളിൽ നിന്നും ശ്രീചിത്രയിലേക്ക് റഫർ ചെയ്താണ് ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ വിടുകയും ചെയ്യുന്നത്. ഇവിടെ നിലവിൽ 15 ശസ്ത്രക്രിയകളിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ഇവിടേക്ക് അഡ്മിറ്റ് ചെയ്ത രോഗികളെ പോലും ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ MPമാരുടെ ഉൾപ്പെടെയുള്ള ഇടപെടലിൽ ഈ പ്രതിസന്ധി വളരെ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഉള്ളത്. SKN. താങ്ക് യു സലീം മാലിക്.